അപ്പോൾ നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് URLs ആണ്. URLs വരെയുള്ള പ്രോജക്റ്റ് ആണ്. അപ്പം ഈ URLs എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് നമ്മുടെ ലിങ്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ ലിങ്കിനകത്ത് /home. അപ്പൊ അതിനകത്തൊരു ആ ലിങ്കിനകത്ത് അതിൻ്റെ ഒരു ഡയറക്ടറി പോലെ അതിനകത്ത് പോകുന്ന കാര്യമാണ് ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനിയിപ്പോ സപ്പോസ് നമുക്ക് ഈ /home വന്നു കഴിഞ്ഞാൽ എന്താണ് വർക്ക് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ ഹോമിന്റെ URLsനകത്ത് views.home എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് വർക്ക്ഔട്ട് ആവേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് വ്യൂസിനകത്തോട്ട് പോവാം. അപ്പം വ്യൂസിനകത്ത് നമ്മൾ എന്താ എഴുതാൻ പോകുന്നത്? ഇനി ആ ഫംഗ്ഷൻ ആണ് എഴുതാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഫംഗ്ഷൻ തുടങ്ങാം. ഹോം എന്നാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. നമുക്കറിയാം ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് ഡെഫ് കീവേഡ് വെച്ചാണ്. ഓക്കെ, അപ്പം ഡെഫ് ഹോം, അതിനകത്ത് നമ്മുടെ റിക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ പാസ് ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് താഴെ നമുക്ക് അതിന്റെ റെസ്പോൺസ് ആയിട്ട് നമുക്ക് ഈ ഹോം എന്ന് ഉള്ള ഫംഗ്ഷൻ വർക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്ത് നോക്കാം. അപ്പം റിട്ടേൺ HTTP റെസ്പോൺസ്, ഒരു ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോകോൾ, അതാണ് HTTP എന്ന് പറയുന്നത്. HTTP എന്ന് പറയുന്നത് നമ്മൾ ഇന്റർനെറ്റിനകത്ത് നമുക്ക് HTML ഫയൽസ് ഇതേപോലെയുള്ള ഫയൽസ് നമുക്ക് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും വേണ്ടി സമയത്ത് നമുക്ക് ഫോളോ ചെയ്യേണ്ട കുറച്ച് റിജിഡ് റൂളുകളാണത് പ്രോട്ടോകോൾസ് എന്ന് പറയുന്നത്. അപ്പം ഈ HTTP റെസ്പോൺസ് ആയിട്ട് നമുക്കൊരു ഹലോ വേൾഡ് ഒരു ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, വെബ്സൈറ്റിന് വിസിബിൾ ആകുന്ന രീതിയിൽ കാണിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രം Django.http import HTTP response നമ്മൾ ഇമ്പോർട്ട് ചെയ്തു. ഇനി റിട്ടേൺ HTTP റെസ്പോൺസ് ഓഫ്, ഇതിനകത്ത് ഒരു ഹലോ വേൾഡ് കൊടുക്കാം. നമുക്ക് ഇവിടെ തൽക്കാലം നമുക്ക് പ്രോഡക്ട്സിന്റെ പേജ് അല്ല നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് പ്രോഡക്ട്സ് കൊടുക്കാം. പ്രോഡക്റ്റിന്റെ ലിസ്റ്റ് ഡിസ്പ്ലേ ആവുന്ന രീതിയിൽ നമുക്ക് ജസ്റ്റ് ഒരു പേര്, പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു പേര് കൊടുക്കാം. അപ്പൊ ഇത്രയും ചെയ്തതിനു ശേഷം സേവ് ചെയ്യുക. വീണ്ടും റൺ സെർവർ ചെയ്ത് നോക്കാം. ഹോം, ഓക്കെ, റൺ സെർവർ ചെയ്ത് നോക്കാം. ഹോം ക്രിയേറ്റ് ചെയ്യേണ്ട, അത് ഞാൻ മാറി ടൈപ്പ് ചെയ്താൽ പൈത്തൺ manage.py റൺ സെർവർ ആണ് ഇപ്പം ചെയ്യേണ്ടത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് 8000-നകത്ത് നോട്ട് ഫൗണ്ട് കാണും. കാരണം നമുക്ക് എന്താ ഉള്ളത്, അഡ്മിൻ ഉണ്ട്. പിന്നെ അഡ്മിനകത്ത് പോയി നമ്മുടെ ഹോമിനകത്തുനിന്ന് ഉള്ള ലൈക്ക് അഡ്മിന്റെ ആ സ്ഥലത്തുനിന്ന്, അതായത് അഡ്മിന് താഴെയുള്ള URLsന് എന്താ ഉള്ളത്, ഈ URLsനകത്ത് എന്താ ഉള്ളത്, അഡ്മിന് താഴെ നമുക്ക് ഡയറക്റ്റ് ഹോമിന്റെ URLsനകത്തോട്ട് പോകാനാണുള്ളത്. അപ്പൊ ഇപ്പോഴും ലിങ്ക് ഇത് തന്നെയാണ്, http:// ഇത് തന്നെയാണ്. ഇത് സ്ലാഷ് ഇപ്പം നമുക്ക് നേരെ ഹോമിന്റെ URLsനോട്ട് പോയി. ഹോമിന്റെ URLsനകത്ത് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത് ഹോം. അപ്പൊ ഇത് /home ആണ് പിന്നെ ഉള്ളത്. അപ്പം അതിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ഒരു /home കൊടുത്തു നോക്കാം. നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് അവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ നമുക്ക് ജസ്റ്റ് ഒരു വളരെ സിമ്പിൾ ആയിട്ടൊരു HTTP റെസ്പോൺസ് നമുക്ക് അവിടെ കൊടുക്കാനായിട്ട് കഴിയും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹോം / പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഹോം /ന് പകരം നമുക്ക് വേണമെങ്കിൽ പ്രോഡക്ട്സ് എന്ന് കൊടുക്കാം. പ്രോഡക്ട്സ് അവിടെ കാണിച്ചു കൊടുക്കുന്ന പോലെ. ഇനി ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു കാർട്ട് പേജ് കൂടി ആഡ് ചെയ്യാം. ഒരു കോപ്പി ചെയ്തിട്ട് ഒരു കാർട്ട് പേജ് നമുക്ക് ഇവിടെ ആഡ് ചെയ്യാം. കാർട്ട്, ഓക്കെ. അപ്പം ഇത് കാർട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്കൊരു ഫംഗ്ഷൻ കൂടി എഴുതണം. ഇപ്പൊ URLsനകത്ത് views.home ആണ് ഇവിടെ ഉള്ളത്. ഈ ഹോം നമുക്ക് പ്രോഡക്ട്സ് എന്നാക്കാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്നാക്കാം. product_list. ഇവിടെ നമുക്ക് വ്യൂസിനകത്ത് കാർട്ട് എന്ന് പറയുന്ന ഫംഗ്ഷനെ വിളിക്കാം. അപ്പൊ നമുക്ക് വ്യൂസിനകത്തുള്ള ഫങ്ഷൻസിന്റെ പേരുകൾ മാറ്റാം. ഹോം മാറ്റിയിട്ട് പ്രോഡക്റ്റ് ലിസ്റ്റ് ആക്കാം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ നമുക്കൊരു കാർട്ട് കൂടി ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്കിനി നമ്മുടെ ലിങ്കിനകത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റും അതേപോലെ തന്നെ കാർട്ടും കാണാം. നമുക്ക് /products കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പ്രോഡക്റ്റ് ലിസ്റ്റും ഇതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് /cart കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാർട്ടും കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത് ജസ്റ്റ് ഒരു HTTP റെസ്പോൺസ് മാത്രമാണ്. അപ്പൊ ഇത് നമുക്കൊരു HTML പേജിലോട്ട് എങ്ങനെ മാറ്റാം എന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഹോമിന് താഴെ
നമ്മളൊരു പുതിയ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം, ടെംപ്ലേറ്റ്സ്. ഈ ടെംപ്ലേറ്റ്സ് ഫോൾഡറിനകത്ത് നമ്മൾ രണ്ട് ടെംപ്ലേറ്റ്സ് ക്രിയേറ്റ് ചെയ്യാൻ പോകണം. ഒരു HTML പേജസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതിനകത്ത് ന്യൂ ഫയൽ പ്രോഡക്റ്റ് ലിസ്റ്റ് .html. അതേപോലെ തന്നെ ടെംപ്ലേറ്റ്സിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഒരു ന്യൂ ഫയൽ ക്രിയേറ്റ് ചെയ്യാം, cart.html. ഓക്കെ, ഈ HTML ഫയലുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു എക്സ്റ്റൻഷൻ വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പം അതിനകത്ത് ബോയിലർ പ്ലേറ്റ് എന്ന് പറയുന്നൊരു എക്സ്റ്റൻഷൻ ഉണ്ട്, HTML ബോയിലർ പ്ലേറ്റ്. ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ പകുതി നമുക്ക് മുഴുവനായിട്ട് ടൈപ്പ് ചെയ്യാതെ തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പ്രീഫിൽഡ് ആയിട്ട് നമുക്ക് തരും. അതിനുവേണ്ടി ബോയിലർ പ്ലേറ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ് ഇതിന് ശേഷം നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് .html ജസ്റ്റ് ഞാനൊരു HT എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ HTML5ന്റെ ഒരു ഡിഫോൾട്ട് ഒരു സ്കെലട്ടൺ നമുക്ക് കിട്ടും. ബോഡിക്കകത്ത് നമുക്ക് ഒരു H1 എലമെന്റ് ക്രിയേറ്റ് ചെയ്യാം. പ്രോഡക്റ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ് പേജിന് നമുക്കൊരു BG കളർ ഒരു റെഡ് കൊടുക്കും, ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതേപോലെ cart.html ഉണ്ട്, ഇതിനകത്തും ഒരു HTML ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഒരു H1 എലമെന്റിൽ കാർട്ട് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിന്റെ BG കളർ ഗ്രീൻ കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് ടെംപ്ലേറ്റ്സും ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് URLസിനകത്ത് വ്യൂസിനകത്ത് ഇപ്പം നമ്മൾ ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞത് ജസ്റ്റ് ഒരു HTTP റെസ്പോൺസ് ആണ്. അത് മാറ്റിയിട്ട് നമുക്ക് ഒരു HTML പേജ് റെൻഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ HTTP റെസ്പോൺസ് മാറ്റിയിട്ട് റെൻഡർ കൊടുക്കാം. അവിടെ ഇതിനകത്ത് നമുക്ക് HTML പേജിന്റെ ആ ഒരു പേര് കൊടുക്കാം. അപ്പം നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് ലിസ്റ്റ് .html ആണ്. ഇവിടെ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റ് .html കൊടുത്തു. ഇവിടെ കാർട്ടിന് പകരം നമുക്ക് cart.html കൊടുക്കാം. അപ്പോൾ HTML പേജ് ആണ് ഇവിടെ കൊടുക്കുന്നത്. HTTP റെസ്പോൺസ് മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, റെൻഡർ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ രണ്ടും ചെയ്തു. ഇനി നമുക്ക് ലിങ്കിനകത്തോട്ടൊന്ന് പോവാം. ഓക്കെ, റെൻഡറിനകത്ത് ഒരു റിക്വസ്റ്റ് കൂടി പാസ് ചെയ്യേണ്ടതുണ്ട്. ഇതിനകത്ത് ഒരു ഫസ്റ്റ് പാരാമീറ്റർ ആയിട്ട് റിക്വസ്റ്റ് കൂടി പാസ് ചെയ്യാം. അപ്പോൾ നമുക്ക് റെഡ് കളറിൽ നമ്മുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് പേജ് കാണും. ഇനി നമുക്ക് കാർട്ട് പേജിലേക്ക് പോവാം. കാർട്ട് പേജ് ഇതേപോലെ ഗ്രീൻ കളറിൽ വരും. ഇനി നമുക്ക് ഇതിൻ്റെ പ്രൊഡക്റ്റ് ലിസ്റ്റിനകത്ത് നിന്ന് കാർട്ടിലേക്ക് ഡയറക്റ്റ് ചെയ്യുന്ന രീതിയിൽ HREF ലിങ്കുകൾ കൊടുക്കാം. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പം ഇപ്പം നമുക്ക് ഇത്രയും നോക്കാനുള്ളൂ ഈ വീഡിയോനകത്ത്. അപ്പോൾ ഇപ്പം നമ്മൾ ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത്, നമ്മളൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഫസ്റ്റ് വീഡിയോയിൽ, അതിൻ്റെ URLs മാപ്പ് ചെയ്തു അതിനകത്ത് തന്നെ. രണ്ടാമത് നമ്മൾ URLs മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ഫംഗ്ഷൻസുമായിട്ട് ലിങ്ക് ചെയ്തു, വ്യൂസുമായിട്ട് ലിങ്ക് ചെയ്തു. ആൻഡ് ഇതിൻ്റെ ഒപ്പം വ്യൂസിനകത്ത് നമ്മൾ എന്ത് കാണിച്ചു കൊടുക്കണം എന്നുള്ളതിൻ്റെ, എങ്ങനെ കാണിച്ചു കൊടുക്കണം എന്നുള്ള ടെംപ്ലേറ്റ്സ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തു. അപ്പം ഈ ടെംപ്ലേറ്റ്സിനെ ഒന്ന് എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചും കൂടി എൻറിച്ച് ചെയ്ത് CSSഉം അതേപോലെ തന്നെ HTMLഉം കുറച്ചും കൂടി എൻറിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം കാണുന്ന പോലുള്ള നമ്മൾ കാണുന്ന വെബ്സൈറ്റുകളെ പോലെ തന്നെ വളരെ ബ്യൂട്ടിഫുൾ ആയുള്ള വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ടെംപ്ലേറ്റ്സ് ഒക്കെ ഒന്ന് എൻറിച്ച് ചെയ്ത് നമുക്കൊരു നല്ല വെബ്സൈറ്റിലേക്ക് കിടക്കാം. ആൻഡ് ഓഫ് കോഴ്സ് അതിന് മുന്നേ ഇതിനകത്ത് ഉള്ള കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പം ഡേറ്റാബേസ് നമുക്ക് വേണം നമ്മുടെ വെബ്സൈറ്റിനകത്ത്. അപ്പോൾ അതിനെ നമുക്ക് മോഡൽസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ കണ്ടത് വ്യൂസും അതേപോലെ തന്നെ ടെംപ്ലേറ്റ്സും ആണ്. ഇനി നമ്മൾ മോഡൽ എന്ന് പറയുന്നത് കുറച്ചും കൂടി വലിയ ഒരു ഭാഗത്തിലോട്ട് പോകാൻ പോവാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇതിൻ്റെ ടെംപ്ലേറ്റ്സും മോഡൽസും നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ഓക്കെ, താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇപ്പം നിർത്തിയേക്കുന്നത്, ഇപ്പം നമുക്ക് ഒരു ഡെമോ ടെംപ്ലേറ്റ് നമ്മൾ ലോഡ് ചെയ്തിട്ടുണ്ട് വ്യൂസിനകത്ത്.
അപ്പോൾ നമുക്ക് ഈ ടെംപ്ലേറ്റ് എന്ത് ചെയ്യണം, നമ്മൾ കാണുന്ന ഇൻട്രാക്റ്റീവ് വെബ്സൈറ്റുകളെ പോലെ നമുക്ക് ടെംപ്ലേറ്റ് മാറ്റണം. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ഈ ഡേറ്റയൊക്കെ നമ്മുടെ മോഡൽസ് എന്ന് പറയുന്നത് ആക്ച്വലി ഡേറ്റ സേവ് ചെയ്ത് വെക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടേക്ക് നമ്മുടെ ഡാറ്റ സേവ് ചെയ്ത് വെക്കണം. എന്ത് ഡാറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റിനകത്ത് പ്രോഡക്റ്റിന്റെ ഇമേജസ്, അതേപോലെ തന്നെ പ്രോഡക്റ്റിന്റെ നെയിം, പ്രൈസ്, ഡിസ്ക്രിപ്ഷൻ, സ്റ്റോക്ക്, ഇങ്ങനെ കുറേ ഡേറ്റ അതിനകത്തുണ്ടാകും. അപ്പോൾ ഈ ഡേറ്റ ഒക്കെ സേവ് ചെയ്ത് വെക്കുന്നത് എവിടെയാണ്? അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ലൈക്ക് models.py അതിനകത്ത് കുറച്ച് കോഡ് എഴുതാനുണ്ട്. അപ്പം അതിലേക്ക് പോവാം നമുക്ക് ആദ്യം. അപ്പോൾ നമുക്ക് ഒരു മോഡൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആക്ച്വലി ഒരു ടേബിൾ തന്നെയാണ്, നമുക്ക് ഡേറ്റ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ടേബിൾ തന്നെയാണ്. അപ്പോൾ നമുക്കവിടെ ഒരു ക്ലാസ് ആയിട്ടാണ് നമ്മൾ മോഡൽ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലാസ് പ്രോഡക്റ്റ്, നമുക്ക് 2 മോഡൽസ് നമുക്ക് ആക്ച്വലി ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്, പ്രോഡക്റ്റിന് വേണ്ടിയിട്ടുള്ളൊരു മോഡൽ, ഒന്നെന്ന് പറയുന്നത് കാർട്ടിന് വേണ്ടിയിട്ടുള്ള മോഡൽ. അപ്പോൾ 2 മോഡൽസാണ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഞാൻ മോഡൽസ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം മോഡൽസ് എന്ന് പറയുന്നത് ഇതേപോലെ ക്ലാസ് പ്രോഡക്റ്റ് എന്ന് പറയുന്ന മോഡലിനകത്ത് നെയിം, ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, അതേപോലെ തന്നെ പ്രൈസ്, സ്റ്റോക്ക്, ഇത്രയും കാര്യങ്ങളാണ് അതിനകത്ത് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നെയിം എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ഫീൽഡാണ്. ക്യാരക്ടർ ഫീൽഡ് എന്ന് പറയുമ്പോൾ മാക്സിമം ലെങ്ത് 100 ആണ്. അപ്പം നമുക്ക് 100 ക്യാരക്ടേഴ്സ് വരെ കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അതേപോലെ തന്നെ ഇത് ഒരു ടേബിളായിട്ട് കൺസിഡർ ചെയ്യുക. ഇതിന്റെ കോളംസ് ആണ് ഇതെല്ലാം, നെയിം, ഡിസ്ക്രിപ്ഷൻ, ഇമേജ്, പ്രൈസ്, സ്റ്റോക്ക് എന്നൊക്കെ പറയുന്നത്. അപ്പം ഓരോ പ്രോഡക്റ്റിനും നമുക്ക് എന്താണ്, ഓരോ എൻട്രി ഉണ്ടാവും, ഓരോ റോ ഉണ്ടാവും. അതിനനുസരിച്ച് ഈ ക്ലാസിന്റെ ഓരോ ഒബ്ജക്റ്റുകളാക്കിയിട്ട് നമുക്കതിനെ കൺസിഡർ ചെയ്യാം. ഇതാണ് ജാങ്കോന്റെ ORM എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ഒബ്ജക്ട് റിലേഷണൽ മാപ്പിംഗ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇവിടെ എക്സ്പ്ലിസിറ്റ്ലി നമ്മൾ ഡാറ്റാബേസിനെ കുറിച്ച് പറയാതെ ഒരു ക്ലാസ് ഒബ്ജക്ട് കണക്കിന് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഡാറ്റാബേസിനെ കുറിച്ച് പറയാനും അതിനകത്തേക്ക് പുതിയ ഡാറ്റ ആഡ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നമുക്ക് കഴിയും. അപ്പം ഇത് നമ്മളവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഓൾവേസ് നമുക്ക് ഈ പ്രോഡക്റ്റിന്റെ ഒബ്ജക്റ്റ് 1, പ്രോഡക്റ്റിന്റെ ഒബ്ജക്റ്റ് 2 എന്ന് വരാതെ പ്രോഡക്റ്റിന്റെ ഒബ്ജക്റ്റിന്റെ പേരെന്താണോ അത് നമുക്ക് അഡ്മിൻ വഴി ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ def str എന്ന് പറയുന്ന ഈ ഒരു ഫംഗ്ഷൻ നമ്മൾ കൊടുത്തത്, self.name റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ. ആൻഡ് അതിനുശേഷം നമുക്ക് കാർട്ട് ഐറ്റം എന്ന് പറയുന്ന ഒരു മോഡൽ ഉണ്ട്. അതിനകത്ത് നമുക്ക് മേജർലി നമ്മൾ പ്രോഡക്റ്റും ക്വാണ്ടിറ്റിയും ഏത് യൂസറാണ് ആ കാർട്ടിലേക്ക് ടച്ച് ചെയ്തിട്ടുള്ളത്, കാരണം ഓരോ യൂസറുടെയും കാർട്ട് വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അത് നമുക്ക് ഇവിടെ നോക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏത് യൂസറാണ് നമ്മൾ ആഡ് ടു കാർട്ട് എന്ന് പറയുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമ്മളിവിടെ എടുത്തു വെക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ ഒരു റിലേഷൻഷിപ്പ്, ഈ 2 മോഡൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മളിവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. പ്രോഡക്റ്റ് എന്ന് പറയുന്ന മോഡലിനകത്തുനിന്ന് നമ്മുടെ കാർട്ട് എന്ന് പറയുന്ന മോഡലിലേക്ക് ഒരു റിലേഷൻഷിപ്പ്, അത് നമ്മൾ കാണിക്കുന്നത് ഫോറിൻ കീ വെച്ചാണ്. ഇപ്പോൾ ഈ ഫോറിൻ കീ എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടേബിളിലും ഉള്ള ഒരു കോമൺ കാര്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ യൂസറും, ഈ 2 കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് നമ്മുടെ പ്രോഡക്റ്റ് മോഡലിൽ നിന്ന് നമ്മൾ എടുക്കുന്ന 2 കോളങ്ങളാണെന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഇതിൽ നമ്മൾ ഇതേപോലെ റിട്ടേൺ ചെയ്യുന്നത് self.productName - quantity, അതായത് ഇപ്പം അതിനകത്ത് നമുക്കിപ്പം ഈ പറയുന്ന പോലെ iPhone 2 ലൈക്ക് എത്ര എണ്ണം, 2 എണ്ണം. അപ്പം അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ നമ്മൾ ഈ ഒരു ഫംഗ്ഷനോട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ മോഡൽസ് കംപ്ലീറ്റ് ചെയ്യാണ്. അപ്പം മോഡൽസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡേറ്റാബേസ് ആണെന്നുള്ള മനസ്സിലാക്കുക. അപ്പം ഇത് സേവ് ചെയ്ത് വെക്കാൻ പാകത്തിലുള്ള ഫീൽഡുകളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി നമുക്ക് മോഡൽസിന്റെ അപ്പം നമ്മുടെ ഇതിനകത്തുള്ള മോഡൽസിനകത്ത് ഒരു ചെറിയ കാര്യം കൂടി അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. നമുക്ക് ഇവിടെ നമ്മൾ ഇമേജ് എന്ന് പറയുന്ന ഇമേജ് ഫീൽഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇമേജസ് അപ്ലോഡ് ചെയ്യാൻ ഒരു ഡയറക്ടറി വേണം. അപ്പോൾ ഈ ഡയറക്ടറിനെ കുറിച്ച് നമ്മൾ settings.py നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് settings.py എടുക്കാം, ഏറ്റവും താഴത്തോട്ട് പോവാം. രണ്ട് കാര്യങ്ങളാണ് അവിടെ കൊടുക്കാനുള്ളത്. ഒന്ന് മീഡിയ URL, അതേപോലെ തന്നെ അതിൻ്റെ പാത്ത്. ആ പാത്ത് നമുക്ക് OS-നകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ OS എന്ന് പറയുന്നതിനകത്ത് താഴെ ലൈന് കാണുന്നുണ്ടെങ്കിൽ ഇമ്പോർട്ട് OS എന്ന് പറഞ്ഞ് നമുക്കത് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പം ഇത് നമ്മുടെ ഒരു പുതിയ ഫോൾഡർ നമ്മൾ നമ്മുടെ ഇ-കോമിനകത്ത് ക്രിയേറ്റ് ആവുന്ന പ്രോജക്റ്റിനകത്ത് ക്രിയേറ്റ് ആവുന്ന സമയത്ത് നമ്മൾ കൊടുക്കേണ്ട ലൈനാണ്. അപ്പം നമ്മുടെ ബേസ് ഡയറക്ടറിൻ്റെ ഒപ്പം ഈ മീഡിയൻ്റെ ഡയറക്ടറി ആഡ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെ URLസിനകത്ത് നമ്മുടെ ആപ്പിൻ്റെ URLസിനകത്ത് ഒരു ലൈന് കൂടി ആഡ് ചെയ്യണം. ഹോമിൻ്റെ URLസിനകത്ത് ഇപ്പം നമ്മൾ ടൈപ്പ് ചെയ്തുള്ള പാത്ത് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കണം.
ഓക്കെ, അപ്പം നമ്മൾ URL പാറ്റേൺസിൻ്റെ താഴെ നമുക്ക് ഈ സ്റ്റാറ്റിക് സെറ്റിംഗ്സ് ഡോട്ട് മീഡിയ URL നമ്മൾ ഇപ്പോൾ ഉള്ള URL നമ്മളിപ്പം ക്രിയേറ്റ് ചെയ്തുള്ള URL നമ്മളിവിടെ അപ്പെൻഡ് ചെയ്ത് കൊടുക്കണം. അഫ്കോഴ്സ് അതിനകത്ത് സ്റ്റാറ്റിക്കും സെറ്റിങ്സും എന്താണെന്ന് അതിനകത്ത് അറിയുന്നുണ്ടാവില്ല, അപ്പോൾ അത് ഇമ്പോർട്ട് ചെയ്യണം. അപ്പം ഇമ്പോർട്ടിനുള്ള കമാൻഡ് കൂടി ടൈപ്പ് ചെയ്യുക, Ctrl+S സേവ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമേജ് ഫീൽഡ് അതിനകത്ത് ആക്സസിബിൾ ആയിരിക്കും, ലൈക്ക് ഇമേജ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പാകത്തിലായിട്ടുണ്ടാവും. ആൻഡ് ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ചെയ്യാനുള്ളത് cart.html പ്രോഡക്റ്റ് list.html ഉണ്ട് നമുക്ക് ടെംപ്ലേറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറായിട്ട്. അപ്പം ഇത് കുറച്ചും കൂടി നല്ല രീതിയിൽ കാണാൻ ഭംഗിയുള്ള രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടെംപ്ലേറ്റ്സ് ഒരു 2 ടെംപ്ലേറ്റ്സ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് കുറച്ചും കൂടി നല്ല രീതിയിൽ. നമുക്ക് ഇതിനകത്ത് ലിങ്ക് ഞാൻ പ്രൊവൈഡ് ചെയ്യാം പ്രോജക്റ്റിൻ്റെ. നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് നിങ്ങളുടെ ഇപ്പോൾ ഉള്ള പ്രോജക്റ്റിൻ്റെ ടെംപ്ലേറ്റ്സ് മാറ്റി നമുക്ക് പുതിയ ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്യും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് അതിനകത്ത് കൂടുതൽ നല്ല രീതിയിലുള്ള ടെംപ്ലേറ്റ്സ് ഇടാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ്. ഓക്കെ, അപ്പം നമ്മളിപ്പം കണ്ടത് വളരെ കുറച്ച് സമയം കൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തതെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതുപോലെ നമുക്ക് ബ്ലോഗ് ആപ്ലിക്കേഷൻസ് അങ്ങനെ ഒരുപാട് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഒരുപാട് വെബ്സൈറ്റുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. അപ്പം ജാങ്കോ എന്ന് പറയുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെന്റിന്റെ ഭാഗങ്ങളോട്ട് പോകുമ്പോൾ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെബ് ഡെവലപ്മെന്റ് ഫ്രെയിംവർക്ക് ആണ്. അപ്പം എൻട്രി ലെവലിനകത്ത് നമ്മൾ പൈത്തൺ ജാങ്കോ കോഴ്സുകൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പം ലേൺ കോഡിംഗ്, ജോയിൻ എൻട്രി. താങ്ക് യു.